ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഈ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അത് എല്ലാ കാലത്തേക്കും ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ളതാണ്. ഇതിഹാസ താരമായിട്ടുള്ള ക്രിസ്റ്റീനോ റൊണാൾഡോ, അതുപോലെ തന്നെ ഈ പടനായകൻ ലൂക്ക മോഡ്രിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ആദ്യഘട്ടത്തിൽ വലിയ നിരാശയിലായിരുന്നു പോർച്ചുഗൽ ഫാൻസ് ഉള്ളത്. കാരണം ക്രൊയേഷ്യ ഗോളടിച്ചു, പെരിസിച്ചാണ് ഗോളടിച്ചത്. തൊട്ട് പിന്നാലെ തന്നെ ക്രിസ്ത്യാനോയുടെ ഗോൾ കൂടി വന്നു. എന്തായാലും വലിയ ആവേശം നമുക്ക് കോഴിക്കോട് പുതിയ പാലത്ത് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ഈ ആരാധകരോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ട്? നല്ല അടിപൊളി കളിയാണ്. ക്രിസ്ത്യാനോ ഫാനാണ്? ആ, ക്രിസ്ത്യാനോ ഫാനാ. എങ്ങനെ പോകുന്നു? ആരാണ് പ്രീ ക്വാർട്ടറിലേക്ക് പോകുന്നത്? ആരാണ് പ്രീ ക്വാർട്ടറിലേക്ക്? ആരാണ്? ക്രിസ്ത്യാനോ പോർച്ചുഗൽ കയറും എന്തായാലും. കളി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് കളി? എങ്ങനെ കേട്ടില്ല? കളി എങ്ങനെയുണ്ട്? കളി നല്ല കളിയാണ്, കുഴപ്പമില്ലാത്ത കളിയാണ്. പോർച്ചുഗലിന്റെ പൊസിഷൻ ഒന്നുകൂടി റെഡി ആക്കാണ്ട് ലോ ആണ് കളി. കളിക്കേണ്ട സമയമാണ് ശരിക്കും. പക്ഷെ പൊസിഷൻ ക്രൊയേഷ്യന്റെ കയ്യിലാണ്. രണ്ടുപേരും ഇപ്പൊ നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കുന്നുണ്ട്. ഒരുപക്ഷെ രണ്ടുപേരുടെ അവസാന വേൾഡ് കപ്പ് കൂടിയാണ് ഇത്. അതെ അതെ, തീർച്ചയായും. എന്നാലും പോർച്ചുഗൽ വിജയിക്കണം എന്നാണ്. നമ്മൾ പോർച്ചുഗൽ ഫാൻസ് ആണ്. പോർച്ചുഗൽ? അതെ അതെ, തീർച്ചയായും. ക്രിസ്ത്യാനോ ഫാൻസ് ആണ്. ക്രിസ്ത്യാനോ വിജയിക്കണം കപ്പ്. എങ്ങനെ കളി? എങ്ങനെ? അടിപൊളിയാണ്, അടിപൊളിയാണ്. ക്രിസ്ത്യാനോ ഫാനാണ്? പ്രീ ക്വാർട്ടറിലേക്ക്? അല്ല, ബ്രസീൽ ഫാനാണ്. ക്രിസ്ത്യാനോ ഫാൻ അല്ലേ? ക്രൊയേഷ്യ ഫാനാണ്. നമുക്ക് അങ്ങനെ ഒരു ക്രൊയേഷ്യ ഫാൻ ഇവിടെ കണ്ടു കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഭൂരിഭാഗവും ക്രിസ്ത്യാനോ ഫാൻസ് ആണുള്ളത്. കളി എങ്ങനെയുണ്ട്? കളി എങ്ങനെയാണ്? കളി രസമുണ്ട്, ഗംഭീരാണ്. ആരാണ് പ്രീ ക്വാർട്ടറിലേക്ക്? ആരായിരിക്കും പ്രീ ക്വാർട്ടറിലേക്ക്? ആരായിരിക്കും? ക്രൊയേഷ്യ ആയിരിക്കും വിചാരിക്കുന്നു. ക്രൊയേഷ്യ ഫാനാണോ? അല്ലല്ല, ഇവന് ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് വേണ്ടിയിട്ട് എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ്, വലിയ ആകാംക്ഷയോട് കൂടി ബാക്കി കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ക്രിസ്ത്യാനോ ഫാൻസും അതുപോലെ തന്നെ ലൂക്ക മോഡ്രിച്ചിന്റെ ഫാൻസും ഇവിടെ തന്നെ ഉണ്ട്. വലിയ ഒരു ആകാംക്ഷയുടെ മുൾമുനയിൽ ഇരുന്ന് അവരെ. ശരി ദിൽഷ, നമുക്ക് തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥയെന്ന് നോക്കാം. റിനു ശ്രീധർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം CR7 മാത്രമല്ല ലൂക്ക മോഡ്രിച്ചിനൊക്കെ ആരാധകരുണ്ട്. 98-ലെ ക്രൊയേഷ്യയും ഡേവ് സൂഗറും ഒക്കെ ഇപ്പോഴും മനസ്സിലുള്ളവരുണ്ട്. എന്താണ് അവിടെ നിന്നുള്ളൊരു കളിയാവേശം? ക്രിസ്റ്റീന, എന്തായാലും നമ്മളൊക്കെ പറയും ഈ വടക്കൻ കേരളത്തിലൊക്കെയാണ് ഈ ഫുട്ബോൾ ആവേശം എന്നുള്ളത്. പക്ഷേ ഇങ്ങ് തെക്കൻ കേരളത്തിലുമുണ്ട് ഫുട്ബോൾ ആവേശം. തിരുവനന്തപുരത്തെ ഓരോ മുക്കും മൂലയിലും നമ്മൾ ഈ സ്ക്രീനൊക്കെ വെച്ച് LED സ്ക്രീനൊക്കെ വെച്ച് വലിയ ആവേശത്തോടു കൂടിയാണ് കളിയെ വരവേക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ബാർട്ടൺ ഹില്ലിലാണ്. എന്തായാലും ഫിഫ ലോകകപ്പിൻ്റെ നോക്കൌട്ടിൽ പോർച്ചുഗലും ക്രൊയേഷ്യയും ഏറ്റുമുട്ടുകയാണ്. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ഗോൾ രഹിതമായി അവസാനിച്ചത് നമുക്കറിയാം. ഈ മത്സരത്തിൽ ജയിക്കുന്നവർ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ സ്പെയിനെ നേരിടുകയും ചെയ്യും. എന്തായാലും കെ ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായ പോർച്ചുഗൽ ലോകകപ്പ് നോക്കൌട്ടിൽ കടന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ഒരു വിജയവും 2 സമനിലകളുമായി തോൽവി അറിയാതെയാണ് ഈ പോർച്ചുഗലിന്റെ വരവ് എന്നുള്ളത് നമുക്കറിയാം. അതേസമയം എൽ ഗ്രൂപ്പിലെ രണ്ടാമന്മാരായ ക്രൊയേഷ്യ 2 മത്സരങ്ങൾ ജയിച്ചപ്പോൾ ഒരെണ്ണം തോക്കുകയും ചെയ്തു. എന്തായാലും ഇതിഹാസ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്ക മോഡ്രിച്ച് നേർക്കുനേർ വരുന്ന ആ ഒരു മത്സരം കൂടിയാണ്. അത് വലിയ ആവേശത്തിൽ തന്നെയാണ് നമ്മൾ മലയാളികളും ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബാർട്ടൺ ഹില്ലാണ്. ബാർട്ടൺ ഹില്ലിൽ വലിയ ആവേശമാണ്. ഈ റൊണാൾഡോ ആരാധകരും അതുപോലെ തന്നെ മോഡ്രിച്ചിന്റെ ആരാധകരും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. ഇവരൊക്കെ തന്നെ പ്രതികരിക്കുമോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. എല്ലാവർക്കും പേടിയാണ്. മോനെ, കളി എങ്ങനെ ഉണ്ടാ? ആരും വിട വിഷമാണോ? കളി എങ്ങനെ? കുഴപ്പമില്ല, കൊള്ളാം. എങ്ങനെ, പോർച്ചുഗലാണോ ക്രൊയേഷ്യയാണോ ഇഷ്ടം? പോർച്ചുഗൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് താരം. എന്തായാലും എങ്ങനെ പറ മോനെ, പറയടാ, കളി എങ്ങനെയുണ്ട്? പറയടാ, എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ട് കളി? ഫസ്റ്റ് ഹാഫ് പോർച്ചുഗൽ നല്ലപോലെ കളിച്ച്, സെക്കൻഡ് ഹാഫ് ഇപ്പം ക്രൊയേഷ്യ നല്ല കളിയാണ്. സാധാരണ ഈ വടക്കൻ കേരളത്തിലൊക്കെയാണ് ഫുട്ബോളിന് ആരാധകർ. നമ്മൾ തെക്കൻ കേരളം ആവേശത്തോടെ തന്നെയാണോ വരവേൽക്കുന്നത്? ഇവിടെ 2-3 ദിവസം ഇവിടെ വന്നാൽ മതി, പറയാൻ പറ്റും. ഗോൾ അടിച്ചിട്ടുണ്ട്, കണ്ടു. അതാണ്ട് ഏകദേശം തീരുമാനമായെന്ന് തോന്നുന്നു പോർച്ചുഗലിന്റെ കാര്യം. ഈ വർഷം കപ്പ് അർജന്റീനയൊക്കെയാണ് എന്തായാലും. അപ്പൊ അർജന്റീനൻ ആരാധകരാണ് കൂടുതലും. എന്തായാലും ഇവിടെ വലിയ ആവേശം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. സാധാരണ തിരുവനന്തപുരത്തു നിന്നുള്ള വാർത്തകൾ നമ്മൾ രാവിലെ 6 മണി സമയത്തൊക്കെ കോഴിക്കോട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാണുമ്പോൾ വലിയ രസകരമായ കാര്യമാണ്. കാരണം ഈ മത്സരം ഏതാണ്ട് 4-4:30 തുടങ്ങിയതാണ്. അപ്പോൾ തൊട്ട് ആളുകൾ അവിടെയുണ്ട്. ഇപ്പോഴും ആവേശം ചോരാതെ ആളുകൾ നിൽക്കുന്നുണ്ട്. അതാണ് ഫുട്ബോൾ ലോകകപ്പ് എല്ലാം കേരളത്തിൽ നൽകുന്ന ഒരു ആവേശ കാഴ്ച. ക്രിസ്ത്യാനോ റൊണാൾഡോ തുടർന്നാലാണ് ഒരുപക്ഷെ ഈ കാഴ്ച നമുക്ക് ഇനിയും കാണാൻ പറ്റുക. ഹേറ്റേഴ്സ് ഇല്ലാത്ത ടീമാണ് ക്രൊയേഷ്യ. ലൂക്ക മോഡ്രിച്ചിന് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ റൊണാൾഡോയും മോഡ്രിച്ചും കൂടെ നിൽക്കുമ്പോൾ ആളുകൾ പക്ഷേ ഈ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോയും
10 പ്ലേയേഴ്സും എന്ന നിലയിൽ തന്നെയാണ് പോർച്ചുഗൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇനി കളിയുടെ ഗതി പോകുന്നത്? റൊണാൾഡോയെ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊരു വിവരം കൂടെ നമുക്ക് PCR 80-ാം മിനിറ്റിൽ മത്സരം നിൽക്കുമ്പോൾ അതാ റൊണാൾഡോ കളത്തിന് പുറത്തേക്ക് പോവുകയാണ്. നിർണായകമായ ഒരു ഗോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി പെനാൽറ്റി ഷൂട്ടൗട്ടൊക്കെ വരാനിരിക്കുകയാണ്. എന്താണ് കോച്ചിന്റെ പ്ലാൻ എന്ന് നമുക്കറിയില്ല. എന്തായാലും നിലവിൽ 81 മിനിറ്റ് കഴിയുമ്പോൾ പോർച്ചുഗലും ക്രൊയേഷ്യയും 1-1 എന്ന നിലയിലാണ് ഈ മത്സരം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.